ഇന്ന് ഓഗസ്റ്റ് 7 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാണ്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ഡേ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരുന്നു ഈ ഒരു പ്രാവശ്യത്തെ ബർത്ത്ഡേയും. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് മോന് റെഗുലർ ക്ലാസ് ഇല്ല, മോൻ്റെ സ്കൂളിൽ ഓപ്പൺ ഡേ ആണ്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. 9 മണി തൊട്ട് 10 മണി വരെയാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ എണീറ്റ് പണികളെല്ലാം കഴിച്ച് പോവാമെന്ന് വിചാരിക്കുന്നത്. ചെറിയ ആളെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് പോവാനാണ്. അപ്പോൾ എല്ലാ പണികളും ഒരുവിധം കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. ഈ സമയത്തൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്, പുറത്തും നല്ല മഴ കേട്ടോ. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ, മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും സേഫ് ആയിരിക്കല്ലേ? എന്തായാലും ഒന്ന് കമന്റ് ചെയ്യേ. ഈ ഒരു മാസം തുടങ്ങിയിട്ട് ഇന്നലെ മാത്രമാണ് മോനൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ പോയി. വീണ്ടും 2 ദിവസം ലീവ്. ഇനി മൺഡേ അല്ലേ ക്ലാസ് ഉള്ളോ. കലക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നതന്നെ രാത്രി 9 മണി 10 മണി ആവുന്ന രീതിയിലാണ്. അതുകൊണ്ട് വീട്ടിലൊന്നും പോയി നിൽക്കാനും പാകമില്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് ലീവ് കിട്ടിയപ്പോഴും വീട്ടിലേക്കൊന്നും പോകാൻ പറ്റാത്തതിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ. നാളെ ലീവ് ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് തലേന്ന് രാത്രി ഒരു 9 മണി 10 മണി രീതിയിലാവും. പിറ്റേ ദിവസം ലീവ് ഉള്ളതും അതേ ടൈമിലാവും അറിയുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ നമുക്ക് പോവാൻ കഴിയില്ലല്ലോ. അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളെല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് ബിരിയാണി ആട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയെല്ലാം ഒന്ന് മെഷീനിൽ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാ പണികളും കഴിച്ച് പോയാൽ ഉമ്മാക്ക് അവന് നോക്കാൻ എളുപ്പമാവും. അവൻ ഉറങ്ങുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ റൈസ് എല്ലാം വെക്കാന്നുള്ള രീതിയിലാണ് എല്ലാ പണികളും കഴിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതും. ഇതിലാട്ടോ ഞങ്ങൾ സവാള എല്ലാം കട്ട് ചെയ്യൽ. അത് ബിരിയാണിക്ക് മാത്രം, കുറച്ചുള്ളെങ്കിൽ കൈവച്ച് തന്നെ കട്ട് ചെയ്യും. ഒരുപാടുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിൽ ഇടുകയാണ് ചെയ്യാറ്. ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് നൂൽപുട്ടും പയറുകറിയാണ്. അപ്പോൾ പയർ അവിടെ കുക്കറിലിട്ടിട്ട് ഞാൻ സവാള എല്ലാം കട്ട് ചെയ്യാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കട്ട് ചെയ്യണ മെയിൻ 2 ഉദ്ദേശങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും, പിന്നെ നമ്മൾ കരയത്തൂല്ല. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കരയും. ആ ഉള്ളിയുടെ ഒരു നീറ്റുണ്ടല്ലോ, അത് കണ്ണിലേക്ക് അങ്ങ് അടിച്ച് കയറും. പിന്നെ തക്കാളി അതിൽ കട്ട് ചെയ്യുക. പക്ഷേ ആ ഉള്ളിനെ അവിടെ നിന്നും എടുത്ത് മാറ്റേണ്ട മടിക്ക് ഞാൻ കൈവച്ചിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്യാട്ടോ ചെയ്തത്. മടി പിന്നെ സ്വന്തം കൂടപ്പിറപ്പായ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് പുറത്ത് നല്ല മഴയാണ്. അതിൻ്റെ ഇടയ്ക്ക് വലിയ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ആൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് എടുക്കണം കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് പയറും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളിയും സവാളൊക്കെ അതിലിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അതൊരു 2-3 വിസിലെങ്കിലും വന്നിട്ട് സെറ്റ് ആവട്ടെ. നൂൽപുട്ടിനുള്ളതെല്ലാം ഉമ്മയാണ് പൊടി വാട്ടലും ഉണ്ടാക്കാറും ചെയ്യൽ. പൊടി വാട്ടലും ഉമ്മ ചെയ്താലും ബാക്കിയുള്ളത് എനിക്ക് അറിയാം. പൊടി വാട്ടൽ ചെറിയ ടാസ്ക്കാണ് ഗൈസ്. പിന്നെ കറി ഞാൻ തന്നെ ആട്ടോ വെക്കാറ്. അങ്ങനെ കറി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള തേങ്ങ ആദ്യം അരച്ച് വെക്കണം. ഈ സമയത്തൊക്കെ പുറത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞല്ലോ. മഴയുള്ള സമയത്ത് ഉപ്പാക്ക് വണ്ടി ഓടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകേണ്ട ടൈം ആകുമ്പോഴേക്കും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തേങ്ങ വെള്ളത്തിന് വേണ്ടി ഒരാളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ആൾക്ക് തേങ്ങ വെള്ളം ഒത്തിരി ഇഷ്ടമാട്ടോ. അതുപോലെ തന്നെ തേങ്ങയും വാരി കൊണ്ടുപോയി തിന്നുവേ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. വിസിലെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ കാണുമ്പോൾ ഒരു പേടിയാണ് ഗൈസ്. കാരണം ഇന്നലെ കുക്കർ അടുപ്പിൽ നിന്ന് അങ്ങ് തെറിച്ച് നിലത്തേക്ക് വീണു. പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ. പക്ഷെ അതിൽ വെള്ളം വറ്റി വിസിലിൻ്റെ അവിടെ പരിപ്പെല്ലാം അടഞ്ഞ് വിസിൽ വരാതെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുക്കർ അങ്ങ് തെറിച്ച് നിലത്തേക്ക് വീഴുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ ഉണ്ടായിരുന്നു അടുക്കളയിൽ. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ഞാനാണെങ്കിൽ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടി കാരണം അതിന് ശേഷം ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ തലവേദന ആയിരുന്നു നോക്ക്. പിന്നെ രാവിലെ ഉറങ്ങി എണീറ്റപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അടിച്ചുവാരലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നൂൽപുട്ടിൻ്റെ പണി ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ നൂൽപുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് പൊട്ടിപ്പോണ സൈസിലായിരുന്നു കിട്ടൽ. പത്തിരി ഓട്ടട നൂൽപുട്ടിന് ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇവിടെ നിർബന്ധമാട്ടോ. ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ മൈഗ്രെയിൻ്റെ അസുഖം സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇന്നലെ ഉച്ചക്ക് എനിക്ക് തുടങ്ങിയ തലവേദനയാണ്. ഇതുവരെ ഒരു മാറ്റമില്ല. ഇന്നലെ ഞാനിങ്ങോട്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ പെയിൻ കില്ലർ കഴിച്ചു. എന്നിട്ട് യാതൊരു കുറവുമില്ല. രാവിലെ എണീറ്റ പാടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് എടുക്കാൻ പറ്റുന്ന അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും പരമാവധി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. എന്നാലും നമുക്കത് അടുത്ത വീഡിയോയിൽ
എല്ലാം നികത്തിയിട്ട് നല്ലപോലെ ഒരു എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 2 ഗിവ് അവേ കഴിഞ്ഞു. ഇനിയും നമ്മൾ ഗിവ് അവേ വെക്കും. അത് അടിപൊളി ഗിഫ്റ്റായിരിക്കും നിങ്ങൾക്ക് തരിക. ഞാൻ എന്തൊക്കെ ഗിഫ്റ്റാണ് വേണ്ടതെന്നുള്ളത് ഒരു പോളിടാം കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ കൂടുതൽ വോട്ട് ഏതിനാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നെക്സ്റ്റ് ഗിവ് അവേയിൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ കൂടുതൽ സ്പെഷ്യൽസ് ഒന്നുമില്ല. ഉച്ചക്കത്തേക്ക് ഒരു ബിരിയാണി വെക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാവേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ കഴിക്കുമായിരുന്നു, കാരണം അത്രക്കും തലവേദനയായിരുന്നു. പിന്നെ എയർ ഫ്രൈയിൽ കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എണ്ണയിലിട്ട് വറുത്തെടുക്കുമല്ലോ, അതുപോലെ എയർ ഫ്രൈയിലിട്ട് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഇന്നലെ തന്നെ ഉപ്പ വാങ്ങിക്കൊടുന്ന് ഞാനത് കഴുകി മസാല കൂട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എളുപ്പമാണല്ലോ. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇത് എടുത്തിട്ടൊന്ന് ഇളക്കി വെക്കണേ. എങ്ങനെ തെറ്റിയ അങ്ങനെ തെറ്റിയ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് മോൻ്റെ ഓപ്പൺ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് തുടക്കാൻ നിൽക്കുമ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഇന്ന് ഓപ്പൺ ഡേ ഇല്ല, തൃശ്ശൂർ ജില്ലക്ക് ഇന്നും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം അവിടെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സാവധാനാട്ടോ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്. ഇന്നത്തെ ഓപ്പൺ ഡേ മൺഡേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് 10 to 11 മണിയാണെന്ന് തോന്നുന്നു. ആ ടൈമിലാണ്. ഇന്നത്തെ ാണെങ്കിൽ 9 to 11 മണിയെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ തുടക്കലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ അവിടെ ബിരിയാണി എല്ലാം വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണിയാണ്, അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇക്കയുടെ വീട്ടിലെപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കേട്ടോ വെക്കാറുള്ളൂ. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. പക്ഷെ നേരെ മറിച്ചാണ് എൻ്റെ വീട്ടിൽ. അവിടെ എപ്പോഴും ദമ്മിലാണ് ചിക്കൻ വേവുക. എന്തായാലും എനിക്ക് 2 വീട്ടിലെ ബിരിയാണി ഒത്തിരി 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 ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ബിരിയാണിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം മന്തിയാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ കുക്കറിൽ തന്നെയാണ് ഞങ്ങൾ റൈസും വെക്കാറ്. ബർത്ത്ഡേ ആയിട്ട് ഇക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു മന്തി പുറത്തുനിന്ന് വാങ്ങണോ എന്ന്. ഞാൻ വേണ്ടാന്ന് പറയായിരുന്നു. അതുപോലെ കേക്ക് വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എനിക്കതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മൂപ്പര് ഇവിടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ആൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരന് ഈ ബർത്ത്ഡേ ആഘോഷിക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആരുടെങ്കിലും ഒക്കെ സ്പെഷ്യൽ ദിവസമാകുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഇതിൽ ഗിഫ്റ്റ് കിട്ടുക, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരന് ഖത്തർക്ക് അങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ കൊടുത്തയച്ചിട്ടുണ്ട്, സർപ്രൈസൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എൻ്റെ സന്തോഷത്തിന് ഞാനത് ചെയ്യും, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഥയെല്ലാം പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ദമ്മിൽ കിടക്കട്ടെ. ബിരിയാണി വെപ്പെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേയും ആണല്ലോ, അപ്പോൾ പിന്നെ ഫ്രൈഡേ സ്പെഷ്യലും ബർത്ത്ഡേ സ്പെഷ്യലും മൊത്തത്തിൽ ഒന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുക്കള ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെറിയൊരു പണിയും കൂടി എനിക്കുണ്ട്. നമ്മൾ ചിക്കന് മസാല കൂട്ടിയ ആ കുക്കർ ഉണ്ടല്ലോ, അതിൽ രാവിലത്തെ ഒരു നൂൽപുട്ട് ബാക്കി ഉണ്ടായിരുന്നേ, അതങ്ങ് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇങ്ങനെ കഴിക്കണത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴേക്കും സമയം ഇതേ ഇവിടെ 10:45 10:45 ഞങ്ങളുടെ ക്ലീനിങ്ങും ചോറുവെക്കലും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ പള്ളിയിൽ നിന്ന് വരുന്നത് വരെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പണികൾ പെട്ടെന്ന് കഴിഞ്ഞാലും ഭയങ്കര ബോറടി ആയിരുന്നു. സമയം അങ്ങ് പോണേ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് അത് കഴിക്കാനുള്ളൊരു പൂതി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് സമയം തീരെ പോയിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ 1:30 വരെ തള്ളി നീക്കി ഉപ്പ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ അതേ ഉപ്പ വരുമ്പോൾ ഈ ഒരു 3 സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഒന്ന് കിടന്നുറങ്ങിയപ്പോഴേക്കും ചായ കുടിക്കാനുള്ള ടൈമായി. ഞാനൊരു പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഇതിലും കൂടി ഇട്ടാൽ ഇത് ഒത്തിരി ലോങ് ആയി പോവും, അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ഇടാം. ഉപ്പാക്ക് കട്ടൻ ചായ, ഞങ്ങൾക്ക് പാൽ ചായയാണ്. ഉപ്പാക്ക് അങ്ങനെ പാൽ ചായ വലിയ താല്പര്യമല്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു റിങ്. എൻ്റെ മോനെ കിൻഡർ ടോയിലൊക്കെ കിട്ടുമല്ലോ, അതെടുത്ത് എനിക്ക് കൊണ്ടു തന്നതാട്ടോ. ഇത് ഉമ്മച്ചിയുടെ ബർത്ത്ഡേ അല്ലേന്ന്, അപ്പോൾ ഇത് ഞാൻ ഉമ്മച്ചിക്ക് തന്നതാട്ടോ എന്ന് പറഞ്ഞ ആൾ തന്നതാട്ടോ എനിക്കത്.
പിന്നെ അതേ രാത്രി ആയപ്പോഴേക്കും ബിരിയാണിയും സ്വീറ്റ്സും എല്ലാം കൂടിയും കഴിച്ചിട്ട് വയറിനൊക്കെ ഒരുമാതിരി കേടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കട്ടൻ ചായയിൽ നാരങ്ങ പിയല്ലോ അങ്ങനെ ചെയ്തിട്ട് ഒരു ഗ്ലാസ് ചായ അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു. അതങ്ങ് കുടിച്ചപ്പോഴാണ് ഒരുവിധം സമാധാനമായത്. ഡിന്നറിനും ബിരിയാണി ആയിരുന്നു, അതായിരുന്നു ഞാനത് വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു ചായ കുടിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി പറയുക ഞാൻ രാത്രി 9:50 അന്നെ വിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറയും ഞാൻ ആ സമയത്താണ് പ്രസവിച്ചത് എന്നാട്ടോ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്ന് എൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എൻ്റെ ഈ ഒരു ചുട്ടുമണി ഉണ്ടായിരുന്നു. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാട്ടോ, ആളെ ബർത്ത്ഡേ ഇന്നായിരുന്നേ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.